അപ്പോൾ ഈ മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർ അവർ സമരത്തിലേക്ക് കടക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഇന്ന് കണ്ടത്. ഉറപ്പുകൾ സർക്കാർ പാലിച്ചില്ല എന്ന് ആരോപിച്ചാണ് കുടിൽ കെട്ടി സമരവുമായി മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതർ രംഗത്തെത്തിയത്. ഉരുൾപൊട്ടൽ മേഖലയിലേക്ക് ദുരന്തബാധിതർ നടത്തിയ പ്രതിഷേധ മാർച്ച് പോലീസ് തടഞ്ഞതിനെ തുടർന്ന് വലിയ പ്രതിഷേധമാണ് ഉണ്ടായത്. പുനരധിവാസ നടപടികൾ വേഗത്തിലാക്കും എന്ന് മന്ത്രി കെ രാജൻ പ്രതികരിച്ചു. എല്ലാം നഷ്ടപ്പെട്ട ഞങ്ങള് പോലീസിന് ഉപയോഗിച്ചാ തടയുന്നത്. ഇവിടെ ജീവിക്കാനുള്ള ഒരു മാർഗത്തിലേക്ക് ഇന്നില്ല. ടൗൺഷിപ്പ് ഞങ്ങൾക്ക് ആവശ്യമില്ല. ടൗൺഷിപ്പ് 5 സെന്റ് എന്ന് പറഞ്ഞത് സാങ്കേതികമായിട്ട് ആളുകളുടെ എണ്ണം കൂടി കണക്കിലാക്കി വരുമ്പോൾ ഉണ്ടാകേണ്ട ഒരു ഘട്ടം വെച്ചാണ്. ഇപ്പോൾ 5 സെന്റ് എന്ന വാദത്തിലൊന്നും മുറുകെ പിടിക്കുന്നില്ല ഗവൺമെൻറ്. അതിനേക്കാൾ കൂടുതൽ കൊടുക്കാനാകുന്ന സാഹചര്യമുണ്ടോ എന്ന് സർക്കാർ പരിശോധിക്കുകയാണ്. ആ സാഹചര്യം ഉണ്ടായാൽ അതും നടത്തി കൊടുക്കാൻ ഒരു പ്രയാസവും ഗവൺമെൻറ് ഉണ്ടാകില്ല. ഏതെങ്കിലും വിധത്തിൽ ദുരന്തബാധിതരോട് ചേർത്ത് നിൽക്കാനും അവരെ ചേർത്ത് നിർത്താനും ലഭ്യമായ മുഴുവൻ സഹായങ്ങളും കൊടുക്കാനുമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. എന്തെങ്കിലും വിധത്തിലുള്ള തെറ്റിദ്ധാരണകൾ ദുരന്തബാധിതരുടെ മുമ്പിലേക്ക് ആരെങ്കിലും പ്രചരിപ്പിക്കാൻ ശ്രമിച്ചാൽ അതൊന്നും വില പോകുന്ന പ്രശ്നമില്ല. അവർ ആ പ്രശ്നങ്ങൾ ഉന്നയിച്ചാൽ ആരുമായിട്ടും ആ കാര്യങ്ങളെല്ലാം ബന്ധപ്പെട്ടവരുമായിട്ട് ചർച്ച ചെയ്യാൻ ഒരു പ്രയാസവും. സ്വാഭാവികമായിട്ടും ഒരു വിവാദത്തിന് തിരികൊളുത്തേണ്ട പ്രശ്നമേ അല്ല. ആ നടപടിക്രമങ്ങളിലെല്ലാം ഞങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ പരാതിയെ സംബന്ധിച്ച് ഏറ്റവും സുതാര്യമായ പരിശോധന നടത്തും. ഈ മാനദണ്ഡങ്ങളിൽപ്പെട്ട ഒരു ദുരന്തബാധിതനെയും ഒഴിവാക്കപ്പെടില്ല ഒരു ലിസ്റ്റിൽ നിന്നും. വിവരങ്ങളുമായി സുർജിത്ത് അയ്യപ്പത്താണ് ചേരുന്നത് വയനാട്ടിൽ നിന്ന്. സുർജിത്ത്, ഒരു ദുരന്ത ഭൂമിയാണ്, അതിന് പ്രതിഷേധത്തിന് കളമാകുന്നത് നമ്മൾ കണ്ടു. വലിയ പ്രതിഷേധം അവർ ഉയർത്തുന്നുണ്ടായിരുന്നു, കുടിൽകെട്ടി സമരം. അപ്പോൾ മന്ത്രിയുടെ ഭാഗത്ത് നൽകുന്ന ഉറപ്പൊന്നും ഇപ്പോഴും അവർ വിശ്വസിക്കുന്നില്ല എന്ന് തന്നെയാണോ? എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? ഈ സമരം അവിടെ ഇപ്പോഴും തുടരുകയാണ്. ചൂരൽമല മുണ്ടക്കൈ വിഷയവുമായി ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് മെല്ലെപ്പോക്കാണ് എന്നുള്ള ആക്ഷേപമാണ് പ്രധാനമായും ഉന്നയിക്കുന്നത്. അതിൽ പുനരധിവാസം അടക്കമുള്ള കാര്യങ്ങളിലാണ് ഈ നിലപാട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ളത് എന്നുള്ളതാണ് ആക്ഷേപം. ഈ വിഷയം ഉയർത്തിക്കൊണ്ടാണ് ഇങ്ങനെ ഒരു പരസ്യ പ്രതിഷേധത്തിലേക്ക് ഈ ചൂരൽമല മുണ്ടക്കൈ ദുരന്തബാധിതരുടെ സംഘടനകൾ തയ്യാറായത്. ഇന്ന് രാവിലെ ജനശബ്ദം ആക്ഷൻ കൗൺസിലിൻ്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം ഉയർന്നത്. അത് കുടിൽകെട്ടി സമരം നടത്താനായിരുന്നു തീരുമാനം. അതിൻ്റെ ഭാഗമായി ദുരന്തഭൂമിയിൽ ഒരു ഭാഗത്ത് അവർ കുടിൽ കെട്ടി. പക്ഷേ ബെയിലി പാലത്തിലേക്ക് മാർച്ച് കടന്നു പോകാൻ പോലീസ് അനുമതി നൽകിയില്ല. പോലീസ് അത് തടയുകയാണ് ചെയ്തത്. ഇതേ തുടർന്ന് അല്പനേരം വാക്കേറ്റം എന്നുള്ള തരത്തിലേക്ക്, ഉന്തും തള്ളും എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ മാറി. ഇതിനുശേഷം അവിടെ നിന്നും അവർ നേരെ മറുഭാഗത്തേക്ക് പോയി അവിടെ കഞ്ഞി വെച്ചുകൊണ്ട് ഒരു പ്രതിഷേധ പരിപാടിയാണ് നടത്തിയത്. വിവിധ തരത്തിലുള്ള പ്രതികരണങ്ങളാണ്. ചില ആളുകൾ ഒറ്റപ്പെട്ടു പോയ കുടുംബങ്ങളുണ്ട്. ചിലയിടങ്ങളിലെ വാസയോഗ്യമല്ലാത്ത ഉരുൾപൊട്ടൽ ഭീഷണിയുള്ള സ്ഥലങ്ങളുണ്ട്. പടവട്ടിക്കുന്ന് അടക്കമുള്ള സ്ഥലങ്ങൾ, മുണ്ടക്കൈയുടെ വിവിധ ഭാഗങ്ങൾ, അത്തരത്തിലുള്ള പ്രദേശങ്ങളെല്ലാം തന്നെ ഉരുൾപൊട്ടൽ ഭീഷണി നിലനിൽക്കുന്നുണ്ട്. ഇവരെല്ലാം തന്നെ പൂർണ്ണമായും മാറ്റിപ്പാർപ്പിക്കാനുള്ള സംവിധാനം, അതായത് അവർക്ക് കൂടി പുനരധിവാസം എന്നുള്ള തരത്തിലേക്ക് സർക്കാർ തീരുമാനമുണ്ടാകണമെന്നുള്ള ആവശ്യമാണ് ഉന്നയിക്കുന്നത്. അതോടൊപ്പം തന്നെ 5 സെന്റ് ഭൂമിയിൽ പുനരധിവാസം എന്നുള്ള കാര്യം അംഗീകരിക്കാൻ തയ്യാറല്ല എന്നുള്ളതാണ് ദുരന്തബാധിതർ പറയുന്നത്. അത്തരത്തിൽ വിവിധ വിഷയങ്ങൾ, ലോണുകൾ എഴുതിത്തള്ളുന്നതടക്കമുള്ള പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടായിരുന്നു ഇങ്ങനെയൊരു പ്രതിഷേധം. നാളെയും പ്രതിഷേധമുണ്ട്. നാളെ ചൂരൽമല മുണ്ടക്കൈ ജനകീയ സമിതിയാണ് പ്രതിഷേധം നടത്തുന്നത്. അവർ കളക്ടറേറ്റിന് മുന്നിൽ ഉപവാസം നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ 27-ാം തീയതി ടി സിദ്ദിഖ് MLA കളക്ടറേറ്റിന് മുന്നിൽ ഉപവാസ സമരം, അത് രാപ്പകൽ സമരമാണ് നടത്തുന്നത്. 28-ാം തീയതി UDFിൻ്റെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് വളയുന്നതടക്കമുള്ള സമരത്തിലേക്ക് കടക്കുമെന്നുള്ള പ്രഖ്യാപനവും വന്നിട്ടുണ്ട്. അതേസമയം LDF കേന്ദ്ര അവഗണനയ്ക്കെതിരെ പ്രതിഷേധവുമായി നാളെ രംഗത്ത് വരികയാണ്. അത് ഡൽഹിയിലാണ് പ്രതിഷേധം. വയനാട്ടിൽ നിന്നുള്ള ദുരന്തബാധിതർ അടക്കമുള്ളവർ, ഇടതുപക്ഷ അനുഭാവികളായിട്ടുള്ള ആളുകൾ അടക്കമുള്ളവർ ഈ സമരത്തിൻ്റെ ഭാഗമാകുന്നു എന്നുള്ള പ്രത്യേകതയും ഉണ്ട്. അങ്ങനെ ഉള്ള വലിയ പ്രതിഷേധ, വിവിധ തരത്തിലുള്ള പ്രതിഷേധ വഴിയിലേക്ക് ദുരന്തബാധിതർ കടക്കുന്നു എന്നുള്ളതാണ്. ഇതിനിടെ റവന്യൂ മന്ത്രി കെ രാജൻ എല്ലാവരെയും ഉൾക്കൊള്ളും, എല്ലാവരെയും കേൾക്കും, ആ കൃത്യമായ രീതിയിൽ എന്തെങ്കിലും തരത്തിലുള്ള പരാതികളുണ്ടെങ്കിൽ അത് പരിഹരിക്കും എന്നുള്ള ഉറപ്പുകൂടി റവന്യൂ മന്ത്രി കെ രാജൻ നൽകിയിട്ടുമുണ്ട്. ശരി, സുർജിത്ത് അയ്യപ്പത്താണ് വയനാട്ടിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്.